ആ ശ്രീ എ റഹീം, അതൊക്കെ പോട്ടെ. ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ വിനു എന്ന് പറയുന്ന നിങ്ങളുടെ അവതാരകൻ, ഏഷ്യാനെറ്റിന്റെ ശമ്പളക്കാരൻ, ഇവിടെ വന്ന് അയാളുടെ ഈഗോയിസം വെച്ച് വിളമ്പിയല്ലോ. ഏഷ്യാനെറ്റിന്റെ പിന്നെ താല്പര്യമാണ് പോലും. ചർച്ചകളുടെ കാര്യമല്ല, ഇന്നലെ തന്നെ ഞങ്ങൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അയാളുടെ ഉദ്ദേശം എന്തായിരുന്നെന്നും അയാൾ ആരാണെന്നും ഈ വിനു എന്ന് പറയുന്ന മനുഷ്യൻ ആരാണെന്നും അയാളുടെ ഈഗോയിസം എന്താണെന്നും അയാളുടെ രാഷ്ട്രീയം എന്താണെന്നും അയാൾ എങ്ങനെയാണ് ഈ 10-100 ദിവസമല്ല ഈ കുറെ നാൾ കൊണ്ട് ഈ ചർച്ച നടത്തിയെന്നും അയാൾക്ക് എന്താണ് ബാധിച്ചിരിക്കുന്നതെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്തേ അങ്ങനെ വരാഞ്ഞത്? ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പുള്ളി. എന്തായിരുന്നു അത്? തന്തയുടെ കാര്യമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. തന്ത, എന്റെ തന്ത, നിന്റെ തന്ത എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് വല്ല സംശയം ഉണ്ടോ അതിനകത്ത്? അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോട് ചോദിക്കുക, അല്ലാതെ ജനങ്ങളോടല്ല അത് ചോദിക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്റെ തന്ത, നിന്റെ തന്ത എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു പ്രവാസി മലയാളി എന്ന പേരിൽ നിങ്ങൾ അവതരിപ്പിച്ച ഒരു സൈബർ ആഭാസൻ ആണെങ്കിൽ, അയാൾ സൈബർ ആഭാസനാണെങ്കിൽ, വിനു എന്ന് പറയുന്നവൻ വാർത്താ അവതാരക ആഭാസൻ, മാധ്യമ ആഭാസൻ. അതല്ല, അതിലപ്പുറം ആണ് അയാളെ പറ്റി പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു ആഭാസൻ, അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ CPM-നെതിരെ തെറി പറയണമെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇവിടെ ജയശങ്കറിനെ പോലെ, ഷാജഹാനെ പോലെ, അങ്ങനെ ഉള്ള കുറെ എണ്ണത്തിനെ നിരത്തി ഇരുത്തി അയാൾക്ക് പറയാനുള്ളതും പറഞ്ഞ് മുസ്ലിം ലീഗിൽ നിന്ന് PK ഫിറോസിനെയും വിളിച്ചിരുത്തി ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി നേരിടുന്ന പാപ്പരത്വത്തെ ഒരു വാക്ക് കൊണ്ട് പോലും നുള്ളി നോവിക്കാതെ ഇവിടെ ഇരുന്നുകൊണ്ട് CPM-നെ തെറി വിളിക്കുന്ന ആ അവതാരക ആഭാസൻ ഇന്ന് എവിടെ പോയി? PGക്ക് എന്താ ഇന്നിപ്പോ വരാൻ കാര്യം? എന്തേ MG രാധാകൃഷ്ണൻ പേടിച്ചു പോയോ? എന്തേ MG രാധാകൃഷ്ണന് ഇന്നും വിനുവിനെ വിടാൻ പേടി? എന്തേ PG കുറച്ചു ദിവസം കൊണ്ട് ഇല്ലല്ലോ, ഇന്നെന്തേ PG വരാൻ? അത് നിങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾ പറയുമായിരിക്കും. അല്ല, ഈ പേടിച്ചു തൂറിയായിട്ടുള്ള അവതാരക ആഭാസൻ എവിടെയെന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ബാക്കി ഞങ്ങൾ പറയാം. അത്ര പേടിച്ചു തൂറി ഒരു ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ട് ജനങ്ങളുടെ തന്തയ്ക്ക് വിളിക്കലല്ല അതുകൊണ്ട് തന്നെയാണ് അയാളെ അവതാരക ആഭാസൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ഇനി ബാക്കി പറയാം. ഓഫീസിലെ ഏറ്റവും വലിയ അധികാര പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അതൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ സംസാരിക്കാന്നേ. അത് ഞങ്ങൾക്ക് വഴിയുണ്ട്. പിന്നെ അത് താങ്കൾ അംഗീകരിക്കുന്നതാണ്. അതൊക്കെ ഞങ്ങൾ അങ്ങനെ എന്നാലും ഏറെയും പറയട്ടെ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇന്നലത്തെ ഒരു ബാക്കി ഭാഗം പറച്ചു തീർക്കാതെ പോകാനാവുകയില്ല. അത് ആമുഖമായി പറഞ്ഞു മാത്രമേ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം സഖാവ് എ റഹീമിനോട് പറയാനുള്ളത്, കൃത്യമായി ഇവർക്കുള്ള മറുപടി അതേ ഭാഷയിൽ വിനു നടത്തിയ അതേ ഭാഷയിൽ തന്നെ അങ്ങ് പറയണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രതിനിധി ഇന്നലെ എത്തിച്ചേരുന്നതിന് മുൻപ് നിങ്ങളുടെ അവതാരകൻ CPM-ന്റെ ഒരു പ്രതിനിധിയും ഇല്ലാതിരുന്ന നേരത്ത് തലേ ദിവസം നടന്ന ഒരു ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം ഒരു ഭാഗം അവതരിപ്പിച്ചു. അതിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിന് 2 ഭാഗങ്ങൾ ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ്. അതിലൊന്ന് ശ്രീ വിനു വിജോൺ പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നു എന്ന വ്യാജേനെ ഉപയോഗിച്ച അശ്ലീല പദങ്ങൾ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ പെരുമാറണമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത സംസ്കാര ശൂന്യരെ ദയവ് ചെയ്ത് CPM അയക്കരുത്. ഇത് രണ്ടും എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്? ആദ്യം വായിച്ചത് ഒരു മാധ്യമപ്രവർത്തകർ എന്നതിൽ ശ്രീ വിനു വി ജോൺ പറഞ്ഞത് പച്ച കള്ളമല്ലേ? വ്യാജേനയാണോ പറഞ്ഞത്? അല്ല. എങ്ങനെയാണത് പറയാൻ നിർബന്ധിതരായത്? അപ്പൊ അങ്ങനെ വായിക്കാമോ? അതുപോലെ പദാനുപദം. സ്വാഭാവികമായി വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാകും. ആ അഭിപ്രായങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധിതരായതവർ? ഒരാളെ അവതരിപ്പിക്കുകയും ആ ആളിനെ വെച്ച് ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ടുവരികയും കേരളത്തിലെ ഒരു മന്ത്രി ശ്രീ KT ജലീൽ അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗിച്ച് ഏതോ ഒരു സാധുവായ ഒരു മനുഷ്യനെ, പ്രവാസി മലയാളിയെ ഇതാ നാട് കടത്താൻ ശ്രമിക്കുന്നു എന്ന ഒരു നീചനാണ് KT ജലീൽ എന്ന വിധം അവതരിപ്പിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ അതല്ല, ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയാൻ നിർബന്ധിക്കപ്പെടുകയല്ല. യഥാർത്ഥത്തിൽ നിങ്ങളല്ലേ ഈ ചർച്ചയെ ഫിക്സ് ചെയ്തത്? ഇന്നത്തെ ചർച്ചയുടെ വിഷയം നിശ്ചയിക്കുന്നത് നിങ്ങളല്ലേ? ഇന്നലത്തെ ചർച്ചയുടെ വിഷയം നിശ്ചയിച്ചത് നിങ്ങളല്ലേ? ഈ വിവാദമായ ചർച്ചയുടെ വിഷയവും നിശ്ചയിച്ചത് നിങ്ങളല്ലേ? എന്തിനായിരുന്നു അങ്ങനെ ഒരു വിഷയം? എന്തിനായിരുന്നു ഇങ്ങനെ ഒരാളെ വെള്ളപൂശിക്കൊണ്ട് അയാളെ ചാരത്തു നിർത്തി ഇതുപോലെ കേട്ടാലറയ്ക്കുന്ന, നാവെടുത്താൽ അശ്ലീല പദങ്ങൾ കൊണ്ട് മാത്രം അമ്മാനമാടുന്ന ഒരാളെ മുൻപിൽ നിർത്തി KT ജലീലിന്റെയും ഈ ഗവൺമെന്റിന്റെയും കരിവാരത്തേക്കാരും ആക്രമിക്കുന്നതിന് എതിരാണ് ഇങ്ങനെ ഒരു വാദമുഖം ഉയർത്തി വെച്ചത്? എന്താണ് റഹീമിന് വേണ്ടത്? പറഞ്ഞ കേക്കട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം പറയൂ. അല്ലല്ല, ഇത് വിഷയത്തിലേക്കല്ല, ഈ വിഷയം പറഞ്ഞിട്ട് പോയാൽ മതി. ആ അവതാരക ആഭാസന്റെ ആഭാസത്തരം, തോന്നിയവാസം അത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ.
അത് പറയാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചതുകൊണ്ടാണ് ഞാൻ ഏതാനും മിനിറ്റുകൾ മിണ്ടാതിരുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തേനെ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തേനെ? പക്ഷെ ഒരു കാര്യം റഹീം ഓർക്കണം. എന്താണ്? ഇതിൽ ഈ പറയുന്ന മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ച ഒരാളെ വെള്ളപൂശാൻ ശ്രമിച്ചു എന്ന് റഹീം പറഞ്ഞു. ആ വ്യക്തിക്ക് ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് അസഭ്യം പറയാനുള്ള മാർഗം ഈ ചാനൽ ഒരുക്കിയിട്ടില്ല. ഒന്ന്. രണ്ടാമതേ, ഒരുക്കിയിട്ടില്ലേ? നിങ്ങൾ ഒരുക്കിയിട്ടില്ലേ? നിങ്ങൾ കൊണ്ടുവന്ന അജണ്ട എന്തായിരുന്നു? എന്തിനാണ് പിന്നെ ഈ സൈബർ ആഭാസന്റെ അച്ഛനെ പിടിച്ചിരുത്തിയത്? എന്തിനായിരുന്നു അച്ഛനെ പിടിച്ചിരുത്തത്? ആ വിഷയം മാത്രമായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ മാത്രം മതിയായിരുന്നല്ലോ. ഈ 3 വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ നിൽക്കുന്നവർ മാത്രം മതിയല്ലോ. പിന്നെ എന്തിനാണ് അയാളുടെ അച്ഛനെ കൊണ്ടുവന്നത്? എന്തിനാണ് അയാളുടെ അച്ഛനെ കൊണ്ടുവന്നത്? എന്നിട്ട് പ്രവാസി മലയാളി എന്നും അദ്ദേഹത്തിന് പ്രവാസി മലയാളി എന്നും ആ ആഭാസന്റെ സൈബർ ഇടത്തെ പോസ്റ്റുകളിലെ ട്രോളുകൾ മാത്രം, വളരെ നിഷ്കളങ്കമെന്ന് തോന്നിക്കുന്ന ട്രോളുകൾ മാത്രം നിങ്ങൾ കാണിച്ചത് എന്തിനാണ്? നിങ്ങളുടെ അജണ്ട വളരെ കൃത്യമാണ് പി ജി. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ ഇന്ന് ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ. ഈ പിന്നെ വിനുവിനെ അവിടെ ഇരുത്തി നിങ്ങളെ മുന്നിൽ നിർത്തിയ നിങ്ങളെ ഒരു ശിഖണ്ഡിയാക്കി. നിങ്ങളുടെ 21 വർഷത്തെ മാധ്യമ ചരിത്രത്തിൽ നിങ്ങൾ ശിഖണ്ഡിയായി ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് വിനുവിന്റെ മുന്നിൽ ശിഖണ്ഡിയായി ഇന്ന് നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങളോട് ബഹുമാനമുണ്ട്. നിങ്ങളോട് മാധ്യമ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പിന്നെ വിമർശനങ്ങളിലും ഒക്കെ അത് അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കുമെങ്കിലും നിങ്ങളോട് ബഹുമാനമുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ ശിഖണ്ഡിയായി വരാൻ പാടില്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് 21 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു ഇന്ന് വിനു തന്നെ പോകണം എന്ന് പറയണമായിരുന്നു. ആ വിനുവിന്റെ ശിഖണ്ഡിയായി മാറരുതായിരുന്നു ശ്രീ പി ജി സുരേഷ് കുമാറെ. നിങ്ങളെ അത്രത്തോളം ബഹുമാനിക്കുന്നവര് ഈ നാട്ടിലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. ബാക്കി പറ. വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്ന CPM-ന്റെ പ്രതിനിധി, ആ വ്യക്തി അങ്ങേയറ്റം നെറുകെട്ട മോശം ഭാഷയിൽ ഒരു കമന്റ് ഇട്ടതിനെ അതേപടി ഈ മാധ്യമത്തിൽ ഒരു തത്സമയ ചർച്ചയിൽ ഉദ്ധരിച്ചതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ ഓഫീസിൽ ഇരിക്കാൻ കഴിയാത്ത അത് വരട്ടെ. അതായത് അയാൾ എഴുതിയത് തോന്നിയവാസമാണെന്നും ആഭാസമാണെന്നും ജനാധിപത്യ വിരുദ്ധമാണെന്നും സ്ത്രീ വിരുദ്ധമാണെന്നും രാജ്യദ്രോഹപരമാണെന്നും ഒക്കെ അറിയാവുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങളെ നിങ്ങളുടെ ആ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അയാൾ അങ്ങനെയുള്ള ഒരാളാണെന്ന് പറയാതിരുന്നത്? എന്തുകൊണ്ട്? ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. പി ജി, നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് ശ്രീ വിനു എന്ന് പറയുന്ന ആ അവതാരക ആഭാസൻ മനഃപൂർവ്വം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നിങ്ങൾ ഈ എഡിറ്റോറിയൽ ബോർഡിലൊക്കെ അംഗം നിങ്ങളുമായിരിക്കുമല്ലോ, മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. നിങ്ങൾ ചോദിച്ചോ അവിടെ? നിങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അത് പറഞ്ഞ് അങ്ങനെയുള്ള ഒരാളെ എന്തിന് ശ്രീ ജലീൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ ചർച്ചയ്ക്ക് ഒരു മാന്യത ഉണ്ടായിരുന്നു. ഇത് അതല്ലല്ലോ ചോദിച്ചത്. അദ്ദേഹത്തിനെ കുറിച്ച്, ഈ ആഭാസനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അച്ഛനെയും ഇരവാദിയായി ഇവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിയ പേക്കൂത്ത് എന്തായിരുന്നു? മാധ്യമ പേക്കൂത്തായിരുന്നില്ല ഇന്നലെ വിനു നടത്തിയത്. അതിന് മുമ്പുള്ള ചർച്ചയിൽ വിനു നടത്തി. ഇന്നലെ അവിടെ വന്നിരുന്ന ആ മുമ്പുള്ള ചർച്ചയിൽ ശ്രീ VPB മുസ്തഫ സഖാവ് പറഞ്ഞ ഒരു കാര്യത്തിനും കൃത്യമായി മറുപടി പറയാൻ പറ്റാത്തതിന്റെ ഈഗോയിസം ഇന്നലെ വന്നിരുന്ന് തീർത്തിട്ട് ഇന്നും ഇന്നും ആ അവതാരക ആഭാസൻ ഇന്ന് വരാൻ പറ്റാതെ PG ശിഖണ്ഡിയായി മുന്നിൽ നിർത്തി ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറയുകയാണ് അയാൾ എഴുതിയതല്ല, അയാൾ എഴുതിയ ആള് ഇങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾ പറയാത്തതിലുമല്ല. ജനങ്ങളോട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടിരുന്ന മുസ്തഫ സഖാവ് ഇയാൾ ഇങ്ങനെ എഴുതുന്ന ആളാണെന്ന്, അയാൾ ആരാണെന്ന് ജനങ്ങളെ ഞങ്ങൾക്ക് ഈ നിങ്ങൾ കൊണ്ടുവന്ന ആഭാസനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ സഖാവ് മുസ്തഫ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇയാൾ ആരാണെന്ന് മനസ്സിലാവുന്നത്, ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ മറച്ചു വെച്ചോ? അത് ചോദിക്കണമായിരുന്നു. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ PGക്ക് ഇന്ന് ഈ ശിഖണ്ഡി വേഷം കെട്ടേണ്ടി വരുമായിരുന്നില്ല. ഒരു ഇട പോലും നിങ്ങൾക്ക് പറഞ്ഞതാണ് കുറ്റം, അല്ലേ? പറഞ്ഞതാണ് പോലും കുറ്റം. അത് കയ്യിൽ വെച്ചാൽ മതി. PG, നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണിത്. ഈ നിയോഗം, ശിഖണ്ഡി നിയോഗം ശ്രീ PG ചോദിച്ചു വാങ്ങിയതാണ്. കാരണം നിങ്ങളെ ബഹുമാനിക്കുന്ന ഒട്ടേറെ പേർ ഈ നാട്ടിലുണ്ടെന്നുള്ള ആ ഒരു എന്താ പറയാ, ഒരു പിന്നെ ഡിഗ്നിറ്റി പോലും നിങ്ങളെ ബഹുമാനിക്കുന്നവരോട് കാണിക്കാതെ അവതാരക ആഭാസന്റെ ശിഖണ്ഡി വേഷം കെട്ടാൻ നിങ്ങൾക്ക് നാണമില്ലേ? അത്ര വിധം കുടുംബ പ്രേക്ഷകരും ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരും നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ പോലും വിളിച്ച് ഈ അവസ്ഥ ഒഴിവാക്കണമായിരുന്നു. അതെ, അവര് പറഞ്ഞത് എന്താണ്? ഒഴിവാക്കണമായിരുന്നു. ഇതുപോലെ ഒരു ആഭാസനെ കൊണ്ടുവന്ന് ഇരുത്തരുതായിരുന്നു എന്ന് പറയാതെ കേരളത്തിലെ ഒരു ജനത്തിനും വേറെ എന്തെല്ലാം അഭിപ്രായം വേറെ പറയാനുണ്ടെങ്കിലും പറയാതിരുന്ന് കാണില്ല. പക്ഷെ അതും മറച്ചുകൊണ്ട് വന്നിരുന്ന് പറഞ്ഞ എന്താണ്? ഇത് അങ്ങനെ വ്യാജേന പോലും, ഏത് വ്യാജേന? ആരാണ് എഴുതിയത്? അയാളല്ലേ എഴുതിയത്. ആ എഴുതിയത് പോലും ജനങ്ങളെ അറിയിക്കാതെ സ്വന്തം ഈഗോയിസം കൊണ്ട്, സ്വന്തം പിന്നെ സൈക്കോ ആണ് അയാള്. ഈ വിനു എന്ന് പറയുന്നത് സൈക്കോ ആണെന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു.
അങ്ങനെയുള്ള ഒരാളെ കൊണ്ടിരുത്തി ഈ അവതാരക ആഭാസന്റെ ആഭാസ തരത്തിന് ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഈ പണിയെടുക്കുന്നുണ്ടല്ലോ, അതിന്റെ പേരാണ് കൃത്യമായി നമുക്ക് പറയാം, ഇതാണ് ശിഖണ്ഡി എന്ന് നമുക്ക് പറയാം. അഭിനവ ശിഖണ്ഡിയായിട്ട് ശ്രീ പി ജി നിങ്ങൾക്ക് അഭിനയിക്കേണ്ടി വരികയാണ്. ഒരു സഹതാപവും നിങ്ങളോട് തോന്നുന്നില്ല എന്ന് അതിശക്തമായി നിശിതമായി വിമർശിച്ചു. അതൊരു തത്സമയ ചർച്ചയാണ്. ആ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നിലധികം മാധ്യമങ്ങൾ ഇതേപോലെ തന്നെ ഈ പോസ്റ്റ് വായിച്ചു. പക്ഷേ റഹീം മാത്രം ഒരു ചാനൽ അത് വായിക്കാതിരിക്കാനുള്ള അവധാനത കാണിച്ചു. അതെന്തുകൊണ്ടാണ് അവിടെ ആ ചാനൽ അന്ന് ആ ചർച്ചയല്ല എടുത്തത്? അവിടെ എന്തിനാ അത് വായിക്കണം? ഈ ഒരു ഇയാളെ, ഈ ആഭാസനെ, ഈ സൈബർ ആഭാസന്റെ കെയർ ഓഫിൽ നടത്തുന്ന ചർച്ചകളിലെല്ലാം അവൻ ആരാണ് എന്ന് ഈ നാട്ടുകാരെ അറിയിക്കാനുള്ള ബാധ്യത അത് ഈ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. അത് അവർ നിറവേറ്റി. പക്ഷെ നിങ്ങൾക്ക് സഹിച്ചില്ല, പൊട്ടിപ്പോയല്ലേ പി ജി? അതങ്ങോട്ട് നിങ്ങളുടെ അജണ്ട പൊട്ടിപ്പോയി. അതുകൊണ്ടല്ലേ വിനുവിന് ഇന്നലെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വർത്താനം, ആ ആഭാസനെ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് പറയേണ്ടി വന്നത്. എന്നിട്ട് ഈ ട്വീറ്റ് ചെയ്തത് എന്റെ തന്ത നിന്റെ തന്ത എന്നൊക്കെ. എങ്കിൽ ഞങ്ങളും ആ വിധത്തിൽ തന്നെ മറുപടി പറഞ്ഞേ പോകുള്ളൂ. അത്രയെങ്കിലും കാണിക്കണമായിരുന്നു ആ പ്രതിനിധി. അതെ, നിങ്ങൾ ആരെയാണ് കാണിക്കണമായിരുന്നു എന്ന് പറയുന്നത്? നിങ്ങൾ എടുത്ത ചർച്ച എന്ത്? ആ ചർച്ച കൊണ്ടുപോയ വിധം ഏത്? അത് വിമർശന വിധേയമാക്കേണ്ടതാണ് നിങ്ങൾ. അതിനാൽ നിന്ന് ഇപ്പൊ പോകാൻ വേണ്ടി, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ജനകീയമായിട്ട് ജനങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് ഈ ചർച്ച എടുത്തതിനെ കുറ്റം പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്ത് അതും CPM-ന്റെ തലയിൽ ഇടാൻ നോക്കുന്നോ? അത് കൊള്ളാം. മാന്യത അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണം റഹീം ഇതിനെ വിമർശിക്കാൻ. ഏത് വിമർശിക്കാൻ? മാന്യതയോ? അതിനെന്ത് മാന്യത? നിങ്ങൾ കൊണ്ടുവന്ന അയാൾക്ക് എന്ത് മാന്യതയായിരുന്നു ഉണ്ടായിരുന്നത്? ഈ അവതാരക ആഭാസൻ എന്ത് മാന്യത ഉണ്ടായിരുന്നത്? ആ ആഭാസനല്ലേ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെ? മാത്രമേ ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നുള്ളൂ. ദയവേത് ഇന്നത്തെ വിഷയത്തിലേക്ക് റഹീം വരണം. ഇന്നലെ ചെയ്ത ആ പ്രവൃത്തിയെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല റഹീം. അത് കഴിയില്ല. അതുകൊണ്ടാണ് കഴിയണ്ട, ഞങ്ങൾക്കും കഴിയില്ല. അങ്ങനെ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു തന്നെ പോകും. ഒരു മാധ്യമവും ഇവിടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ചമയണ്ട. ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രൈം സ്ലോട്ടിൽ ഇത് നടത്തുന്നത്, ഈ ചർച്ച നടത്തുന്നത്. ഈ ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ പരസ്യത്തിന് വേണ്ടി വാങ്ങിച്ചു കൂട്ടുന്ന കോടികളും ലക്ഷങ്ങളും അത് ഞങ്ങൾ ഈ ഞങ്ങളുടെ വ്യൂവർഷിപ്പില്ല. അങ്ങനെ ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കണ്ട. ഇനി എന്റെ ചോദ്യത്തിലേക്ക് വരും. പറയാം. ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരും, അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ ഈ ചർച്ചയ്ക്ക് വന്നതും. അതൊക്കെ വരും. എനിക്ക് ഒരു കഥ കൂടി പറയണം. ഞാൻ അങ്ങ് നിഷ്പക്ഷനായി പറയാൻ പറ്റും. അങ്ങ് ഒരുപക്ഷെ ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കില്ല. അങ്ങനെ നോക്കൂ, ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന വ്യാജേനെ എന്തിനായിരുന്നു ഇന്നലെ അത് പറഞ്ഞത്? അത് പറയാൻ പാടുണ്ടോ? ആ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊരു ചോദ്യം ഞാൻ അങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ ഇല്ല. അല്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രതിനിധിയായി റഹീം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വിശദീകരണം നൽകാൻ ഭാഗ്യവശാൽ എന്റെ 21 വർഷത്തെ ജോലിക്കിടയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നെ പോലെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവിടെ വരട്ടെ. അതായത് 21 വർഷത്തെ നിങ്ങളുടെ മാധ്യമ ചരിത്രത്തിൽ ഏഷ്യാനെറ്റിന്റെ പ്രതിനിധി, അത് വളരെ കോട്ടഡ് പോയിന്റിലാണ്, കോട്ടഡ് ഇൻവെർട്ടഡ് കോമേഴ്സിൽ ഏഷ്യാനെറ്റിന്റെ പ്രതിനിധിയായി, അതായത് കാശ് തരുന്നത് കൊണ്ട് ഞാൻ ഇത് പറയുന്നു അല്ലേ? അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം വയറ്റിപ്പിഴപ്പ് മാത്രമല്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീടിന്റെ ആ റോഡിൽ കൂടെ, അല്ലെങ്കിൽ ആ വഴിയിൽ കൂടെ, ആ നാട്ടുവഴിയിൽ കൂടെ ഒരു 2 കാതമെങ്കിലും നടക്കണം പി ജി. ആ അവതാരകനെ ആഭാസനെയും പിടിച്ചോണ്ട് നടത്തണം. പി ജി നടക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ആ അവതാരക ആഭാസനുണ്ടല്ലോ, ജനങ്ങളുടെ തന്ത ആരാണെന്ന് അന്വേഷിക്കുന്ന ആ ആഭാസനായ വിനുവിനെയും കൊണ്ട് വേണം നിങ്ങൾ നടക്കാൻ. ജനങ്ങളെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് അല്ലേ? ഈ ഒരു ആഭാസന്റെ ചർച്ച എടുത്തുകൊണ്ട് വേറൊരു വഴിക്ക് കൂടെ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനും അതെന്തോ ആയിക്കോട്ടെ, അതിന് എന്തെല്ലാം വഴികളുണ്ടായിരുന്നു, എന്തെല്ലാം ചർച്ചകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ വഴിക്കൂടെ കൊണ്ടുപോകാം. പക്ഷെ ഇയാളെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രവാസി മലയാളി എന്നും അയാളുടെ അച്ഛനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഇരവാദം അഭിനയിച്ച് CPM-നെ എങ്ങനെയെല്ലാം നേരിടാമെന്നും ആണ് നിങ്ങൾ നോക്കുന്നത്. ഞങ്ങൾക്ക് CPM-നോടൊന്നോ കോൺഗ്രസിനോടൊന്നോ BJP-യോടൊന്നോ ജനങ്ങൾക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ തെറ്റ് കണ്ടാൽ ഞങ്ങൾ അത് പറഞ്ഞിരിക്കും. ഈ ഊളത്തരം എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ മേലാള്, അദ്ദേഹം AKG സെന്ററിൽ പോയി കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇവർ വന്നത്. അതിന്റെ ഹുങ്കാണ്. അതിൽ നിന്ന് ആ ഒരു ഈഗോയിസത്തിൽ നിന്ന് അവതാരക ആഭാസനായ വിനുവിന് തോന്നിയ കാര്യമാണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. അത് പൊളിഞ്ഞ് പാളീസായി പോയി പി ജി.
21 വർഷത്തെ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് ഒരു അലങ്കാരമായി തന്നെ ഞങ്ങൾ തന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ചർച്ചകളിൽ ഞങ്ങൾക്ക് പല ഘട്ടങ്ങളിലും നിങ്ങളോട് പിന്നെ എതിർപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നിങ്ങളോട് വെറുപ്പ് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ശിഖണ്ഡിയായി നിങ്ങൾ ഇവിടെ വന്നിരുന്ന് മാധ്യമ അവതാരക ആഭാസനായിട്ടുള്ള വിനുവിന് വേണ്ടി വിടുപണി ചെയ്യാനായി MG രാധാകൃഷ്ണൻ നിങ്ങൾക്ക് വേണ്ടി, അല്ലാതെ ഏഷ്യാനെറ്റ് നിങ്ങളെ വിട്ടതിൽ നിങ്ങൾ പറയണമായിരുന്നു. ഈ 21 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നിങ്ങൾ പറയണം, എന്നെ കൊണ്ട് സൗകര്യമില്ല, പോയാണെങ്കിൽ നിങ്ങൾ തുടങ്ങിയ കാര്യമാണ്, നിങ്ങൾ പോയിരിക്കുന്നത്. അവിടെയാണ് ഒരു മാധ്യമപ്രവർത്തനാകുന്നത്. അല്ലാതെ എണ്ണിച്ചുട്ട അപ്പം തരുന്നത് പോലെ ദമ്പടിയും നോക്കി ആ എണ്ണി കഞ്ഞിക്കും കറിക്കും വേണ്ടി മാത്രം പോകലല്ല മാധ്യമപ്രവർത്തനം എന്താണെന്ന് നിങ്ങളൊക്കെ ജേർണലിസത്തിൽ കൂടെ പഠിച്ചാൽ മാത്രം പോരാ. അതിനൊരു മോറൽ വേണം, അതിനൊരു ജനാധിപത്യ ബോധം വേണം, അതിനൊരു ജനാധിപത്യവാദിയാവണം. ഇന്ന് നിങ്ങൾ ആ അവതാരക ആഭാസിന് വേണ്ടി വന്നിരുന്ന് ഇവിടെ നിന്ന് നിങ്ങൾ നടത്തുന്നത് PG ലജ്ജിക്കുന്നു. കേരളം നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു.